പാട്രിയറ്റ് സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയതിന് പിന്നാലെ കേസെടുത്ത പോലീസ്. നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ പരാതിയിലാണ് കൊച്ചി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള മൾട്ടി സ്റ്റാർ ചിത്രമാണ് പാട്രിയറ്റ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചിരികയാണ്. ജിജീഷ്, പാട്രിയറ്റ് ഇപ്പോഴും നിറഞ്ഞ സ്ഥലത്തിൽ പ്രദർശനം തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയത്. ഏത് തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ? കെ.പി. പകർപ്പവകാശ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. നിർമ്മാതാവ് ആന്റോ ജോസഫ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചിത്രം റിലീസ് ചെയ്ത ആ ദിവസം മുതൽ തന്നെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട്, വെബ്സൈറ്റുകളിൽ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സൈബർ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് സൈബർ പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, മൾട്ടി സ്റ്റാർ ചിത്രമാണ്. ആ ചിത്രം വളരെ പ്രതീക്ഷയോടെ പ്രേക്ഷകരും ഒപ്പം തന്നെ നിർമ്മാതാക്കളും എല്ലാം തന്നെ നോക്കി കണ്ടതാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം കെ.പി. സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വ്യാജ സീഡികൾ, വ്യാജ പ്രചാരണം നടത്തുന്നത് വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ്. പൈറസി വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ നിർമ്മാതാക്കൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സാമ്പത്തിക വെബ്സൈറ്റുകളിലും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലും എല്ലാം തന്നെ സിനിമ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സിനിമ പ്രചരിപ്പിക്കുന്നത് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് സൈബർ ക്രൈം പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മെയ് 1 ആഗോള വ്യാപകമായി ഈ സിനിമ, പാട്രിയറ്റ് സിനിമ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുമ്പോൾ തന്നെ സിനിമ മികച്ച പ്രതികരണം ഉണ്ടാക്കി. എന്നാൽ അതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അത് പ്രചരിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പല വെബ്സൈറ്റുകളിലും ഈ സിനിമ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 മുതൽ 5 വരെയുള്ള തീയതികളിൽ, 1-ാം തീയതി റിലീസ് ചെയ്തു, 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ ഓൺലൈനിലൂടെ സിനിമ പ്രചരിപ്പിച്ചത് എന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ആന്റോ ജോസഫ് ഫിലിം കമ്പനി, ഒപ്പം തന്നെ കിച്ചപ്പ് ഫിലിംസ് എന്നിവ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ഒപ്പം തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള വലിയ ഒരു താരനിരയുമായി തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. പോലീസ് ഒരു കർശന നടപടികളിലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ വെബ്സൈറ്റുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമെതിരെ കർശന നടപടികളിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.